വെള്ളാന ആനാന കുഞ്ഞാന ആനാന ആനാന കൊമ്പനാന ആനാന പിടിയാന ആനാന വെള്ളാന ആനാന കടലാന ആനാന കൊമ്പനാന ആനാന തൂഫാന ആനാന വെള്ളാന അങ്ങനെ. പിന്നെ ഒരു ദിവസം ഞാൻ നല്ല പങ്കൽ പോകാം. ഞാൻ എഴുതിയിട്ട് നല്ല പങ്കൽ. परदेसी परदेसी जाना नहीं मुझे छोड़ के परदेसी मेरे यारा मुझे ना भूलना तुम याद रखना कहीं भूल न जाना परदेसी परदेसी जाना नहीं मुझे छोड़ के. കർത്താവിനാൽ അനുഗ്രഹീതരായവരെ, പരിശുദ്ധമായ ഈ നൊയമ്പ് കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ ശുശ്രൂഷിക്കുവാനായിട്ട് ലഭിച്ച അവസരം വളരെ ഭാഗ്യമുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങൾ, മനുഷ്യപുത്രൻ തൻ്റെ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ പറയുന്ന 6 കാര്യങ്ങൾ: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു; എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു; ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു; ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്ന എന്ന ഈശോയുടെ പരിശുദ്ധമായ വചനം. പ്രിയപ്പെട്ടവരെ, പാപിയായ എന്നെ ഈശോ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ചു. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ട് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഒരു ദിവസം കോളേജിൽ പോകുമ്പോൾ ഒരു ഭിക്ഷാടകനായ അപ്പച്ചൻ കൈകൾ നീട്ടി. കൊടുക്കുവാനായിട്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്ന ചോറും പൊതി ആ അപ്പച്ചന് വേണമെന്ന് ചോദിച്ചു. അദ്ദേഹം അത് തരാൻ ആവശ്യപ്പെട്ടു. ഞാൻ വളരെ സ്നേഹത്തോടെ അത് അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ നോക്കി അദ്ദേഹം അത് ഭക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. വളരെ ആർത്തിയോടെ അത് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വേദന കടന്നുപോയി. ഇതുപോലെ വിശക്കുന്ന, വേദനിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടല്ലോ. പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കുവാനും പറ്റുന്ന സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിച്ചു. 1994 ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ഛനുമായിട്ട് പരിചയപ്പെടുകയും അച്ഛൻ്റെ ശുശ്രൂഷയിലൊക്കെ പങ്കാളിയാകുവാൻ സാധിച്ചു. 1998 മുതൽ മുഴുവൻ സമയവും ഈശോയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ ശുശ്രൂഷിക്കുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചു. ആർക്കും വേണ്ടാണ്ട് തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ, ഏത് ഭാഷയെന്നോ ഏത് മതമെന്നോ വ്യത്യാസമില്ലാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഒത്തിരിയേറെ ആളുകൾ തെരുവിലെത്തപ്പെട്ടത്. അവരെ സ്വന്തമായി കരുതുവാനും സ്നേഹിക്കുവാനുള്ള ഒരു അനുഗ്രഹം ഈശോ എനിക്ക് തന്നു. 98 മുതൽ കേരളത്തിന് വെളിയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമൊക്കെ ആയിട്ട് ഈ ശുശ്രൂഷയിൽ ഞാൻ വ്യാപൃതനാണ്. രണ്ടായിരത്തി 2016 ഈ സ്നേഹാലയത്തിൽ ഞാൻ എത്തിച്ചേരുന്നത്. 2016 മുതൽ 2023 ഈ കാലഘട്ടം ഈശോയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ ശുശ്രൂഷിക്കുന്നു.
ഇവിടെ ഞങ്ങൾ 197 പേരാണുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി 20 വയസ്സ്, ഏറ്റവും പ്രായം കൂടുതൽ 94 വയസ്സ്. 24ഓളം പേര് കിടപ്പ് രോഗികളാണ്. ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലുണ്ടായ മാനസിക വിഷമം മൂലം മനസ്സിൻ്റെ തളം തെറ്റിപ്പോയവരാണ് ബഹുഭൂരിപക്ഷവും. അവരെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് സുഖം പ്രാപിക്കുന്നവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നു. ഈ കാലഘട്ടത്തിനിടയിൽ ഒത്തിരിയേറെ ആളുകളെ അവരുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ സാധിച്ചിട്ടുണ്ട്. മരണമടഞ്ഞവരെ അവരുടെ ബന്ധുക്കളെ കണ്ടെത്തി ഏൽപ്പിക്കാനും, ആരുമില്ലാത്തവരാണെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് നല്ല ശവസംസ്കാര ശുശ്രൂഷകൾ നൽകി അവരെ അനുഗ്രഹീതരാക്കാനും സാധിച്ചിട്ടുണ്ട്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലോതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഈ കാഞ്ഞങ്ങാടുള്ള ഈ സ്നേഹാലയത്തിൽ വരുമ്പോൾ ഇവിടുത്തെ ബ്രദർ ഈ മക്കളെക്കുറിച്ചുള്ള ബ്രദറിൻ്റെ കരുതലിനെ കുറിച്ചാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അവരുടെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നു. പിന്നീട് അവരെ വൃത്തിയുടെ കാര്യത്തിൽ, അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ബ്രദർ വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ അവരെ ചേർത്ത് പിടിച്ച് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന വ്യക്തികളെ ബ്രദർ ചേർത്ത് പിടിച്ച് ചില വ്യക്തികളെയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുവിടുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള നിവാസികളൊക്കെയാണ് സ്നേഹത്തോടെ ബ്രദർ കരുതലോടുകൂടി അവരെ സംരക്ഷിക്കുന്നതായിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളെയൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാനിവിടെ ഇടയ്ക്ക് മാസത്തിൽ ഒരാഴ്ച എല്ലാം വന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യാറുണ്ട്. നമ്മളാ ചെയ്യുന്നതിന് നമുക്ക് തിരിച്ചൊരു വിശുദ്ധി കിട്ടുന്നുണ്ട്, വിശുദ്ധി നിറഞ്ഞ് തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മാനസിക രോഗികളായിട്ട് തെരുവിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളെ പോലീസുകാർ കൊണ്ടിടുന്നതാണ് കൂടുതലും. ആരും ഒരിടത്ത് മാർക്കും വേണ്ടാത്ത വ്യക്തികളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഞാനൊരിക്കൽ ബ്രദറിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്രദറെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുക്കുന്നത്? അപ്പം ബ്രദർ പറഞ്ഞു, ഒരിക്കലും ഈശോയുടെ അടുത്ത് വന്ന ആരെയും ഈശോ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മേനിച്ചേട്ടാ. പിന്നെ പ്രായമുള്ള വ്യക്തികളൊക്കെ എടുത്തിട്ട് അവരുടെ ഓരോ ആത്മാക്കളെയും ദൈവം നമ്മുടെ കൈ കൊണ്ട് തന്നതാണ്. ആ ആത്മാക്കളെ തിരിച്ച് ദൈവത്തിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മികത തിരിച്ച് എടുത്ത് അവരെ വീണ്ടെടുക്കാൻ ബ്രദർ പരമാവധി സഹായിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു അപ്പാപ്പൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രദർ തന്നെ കുളിപ്പിച്ച് അയാളെ നല്ല പെട്ടി, മനോഹരമായിട്ടൊരു പെട്ടി, ഇപ്പം നമ്മുടെ സ്വന്തം അപ്പന് നമ്മളെങ്ങനെ ഒരു പെട്ടി ഉണ്ടാക്കും അതുപോലെ മനോഹരമായിട്ടുള്ളൊരു പെട്ടിയൊക്കെ ഉണ്ടാക്കി അത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് പുതിയ ഷർട്ട്, പുതിയ മുണ്ട് ഇതൊക്കെ ഉടുപ്പിച്ച് ആ പെട്ടിയിൽ പൂക്കളെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച് പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് സെമിത്തേരി കൊണ്ടുപോയി അവസാനം ആ ബ്രദർ കെട്ടിപ്പിടിച്ച ഒരു അന്ത്യചുംബനം എല്ലാം കൊടുക്കുമ്പോൾ നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു രംഗമാണ്. എനിക്ക് തോന്നുന്നു ഒരു സ്ഥാപനത്തിലും അങ്ങനെ ഒരു ഡയറക്ടർ. പിന്നെ ഈ ഡയറക്ടറെ കാണുമ്പോൾ തന്നെ ഈ മക്കളെല്ലാം ഓടി വരുന്നു. ഒരിക്കൽ ഒരു അനുഭവം പറയണമെങ്കിൽ ബ്രദർ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ മക്കൾ ബ്രദറിൻ്റെ വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് ബ്രദറിനെ എടുത്ത് ബ്രദറിൻ്റെ കയ്യിലും കാലിലൊക്കെ ഉമ്മ വെച്ച് എടുത്തുകൊണ്ടിരുന്ന രംഗം കണ്ടു. അത്രയും ബ്രദർ ചേർത്ത് പിടിക്കുന്ന ഒരു ബ്രദറായിട്ടാണ് ഞാൻ ഇവരെ കണ്ടിരിക്കുന്നത്. പിന്നെ ബ്രദർ ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഈ മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഭക്ഷണം വേണോ അതെല്ലാം മേടിച്ച് കൊടുക്കുക, അവർക്ക് എടുത്തു കൊടുക്കുക. ഇവിടെ എന്ത് ഭക്ഷണം ഉണ്ട് അതൊക്കെ എടുത്തു കൊടുക്കാൻ അവർ വളരെ ഹാപ്പിയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അവരുടെ വയറ് നിറച്ചും ഭക്ഷണം കൊടുക്കുന്നു. അപ്പം തന്നെ അവർ വളരെ ഹാപ്പി ആകുന്നുണ്ട്. ഈ സ്നേഹാലയത്തെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ദൈവത്തിൻ്റെ വലിയ പരിപാലനയിലാണ് നടന്നു പോകുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റോ മറ്റോ ആനുകൂല്യങ്ങളൊന്നും ഈ സ്ഥാപനത്തിൽ നിലവിൽ ലഭിക്കുന്നില്ല. വിദേശ സഹായങ്ങൾ ഇല്ല. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ ഈശോയുടെ പ്രിയപ്പെട്ട അമൂല്യരായ മക്കൾ
ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അതുവഴി അവർക്ക് ആവശ്യമായ ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം അനുദിനം കൃത്യമായിട്ട് കർത്താവ് എത്തിച്ചു നൽകുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും 24 മണിക്കൂർ ആരാധനയും എല്ലാം ഇവിടെയുണ്ട്. സുമനസ്സുകളായ ആളുകൾ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും മറ്റെല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നു. ഇത്രയേറെ ആളുകൾ നിസ്വാർത്ഥമായിട്ട് സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട വൈദികരുടെ സഹായമുണ്ട്, സന്യസ്തരുടെ സഹായമുണ്ട്. ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുവഴി അവരുടെ കുടുംബത്തിനും തലമുറകൾക്കും വലിയ അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഒരനുഭവം ഓർത്തു പോവാണ് പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം ഒരു വ്യക്തി ഇവിടെ വന്നു. ആ വ്യക്തി പറഞ്ഞു, ഈ മക്കൾക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അദ്ദേഹം കൊടുക്കാൻ ആഗ്രഹിച്ച ദിവസം വേറെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരത്തെ ഭക്ഷണം കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം പൊറോട്ടയും ബീഫും കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അദ്ദേഹം അതിൻ്റെ പൈസ തന്നു. ഞാൻ പൊറോട്ട തരുന്ന ഒരു കമ്പനി ഒരു സ്ഥലത്ത് വിളിച്ച് പറഞ്ഞു, എൻ്റെ രീതിയിൽ ഇവിടെ ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് പൊറോട്ട ഉണ്ടാക്കി തരണം, അതിൻ്റെ പൈസ തന്നേക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ആ തരേണ്ട ദിവസത്തിൻ്റെ തലേ ദിവസം അവർ വിളിച്ചു പറഞ്ഞു, പൊറോട്ട ഉണ്ടാക്കി തരാൻ അസൗകര്യമുണ്ട്. നമ്മൾ ആളുകളെല്ലാം വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ പല ആളുകളെയും ബന്ധപ്പെട്ടു. ആ പൊറോട്ട ഇവിടെ കിട്ടാനായിട്ട് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങൊരു വഴി കാണിച്ചു തരണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദിവസം തന്നെ പൊറോട്ട കൊടുക്കേണ്ടതിൻ്റെ തലേ ദിവസം കൃത്യം വൈകുന്നേരം 4 മണിയായപ്പോൾ ഒരു മനുഷ്യനോട് വരികയാണ്. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, എൻ്റെ പേര് സണ്ണി, ഞാനൊരു പൊറോട്ട അടിക്കാരനാണ്. കൃത്യമായിട്ട് കർത്താവ് ഇവിടെ ആളെ എത്തിക്കുകയും പിറ്റേ ദിവസം അത് കൊടുക്കാനായിട്ട് വളരെ അനുഗ്രഹീതമായ ഒരു ദിവസം അങ്ങനെ കർത്താവ് ക്രമപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിലാണ് നടന്നു പോകുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവമഹത്വത്തെയാണ്. അത്യന്തികമായിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം, നമ്മുടെ തന്നെ വിശുദ്ധീകരണം സാധ്യമാകണം, ആത്മാക്കളുടെ രക്ഷ സാധ്യമാകണം. ഇവിടെ പ്രാർത്ഥനയും ശുശ്രൂഷകളെല്ലാം തന്മയത്വത്തോടെ ഒരുമയോടെ പോകാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഇവർക്ക് വേണ്ട ശാരീരിക, മാനസിക, ആത്മീയ മേഖലയിൽ ഉല്ലാസം കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ദൈവകൃപയാൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ഞാനൊരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. എൻ്റെ വൈഫും റിട്ടയർഡ് ഹെഡ് മിസ്സസാണ്. കുറച്ച് കാലമായിട്ട് സ്നേഹാലയത്തിൽ ഞാൻ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്നേഹാലയത്തിൽ വരുന്നത് ഒരു 7 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിവിധ ഭാഷകൾ, വിവിധ മതങ്ങളിൽപ്പെട്ടവർ, വിവിധ ആചാരങ്ങളിൽപ്പെട്ട മനുഷ്യർ, ധാരാളം മനുഷ്യർ ഈ സ്നേഹാലയത്തിലുണ്ട്. അവരെല്ലാം തന്നെ ആരോരുമില്ലാത്തവരാണ്. തെരുവിൽ അലഞ്ഞു തിരിയുന്നവർ, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പോലീസ് കൊണ്ടുവന്നവർ, അതുപോലെ തന്നെ എവിടെ റോഡരികിലൊക്കെ ഇങ്ങനെ പുഴുത്തു നാറി വ്രണങ്ങളൊക്കെ ഒലിച്ച് കിടക്കുന്ന മനുഷ്യർ ഒക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന മനുഷ്യരാണ്. പക്ഷെ അവരെ കണ്ടപ്പോൾ ഏതാണ്ട് 20 വയസ്സ് മുതൽ 96 വയസ്സ് വരെ പ്രായത്തിലുള്ള ആളുകൾ ഇവിടെ ഞാൻ കണ്ടു. അവരുടെ ജീവിതം കണ്ടപ്പോൾ, അവരെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി വല്ലപ്പോഴും ഒക്കെ ഇവിടെ ഒന്ന് കാണണം എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ മനുഷ്യർക്ക് കൊടുക്കുന്ന സേവനം. ഇവിടെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈശോദാസ് ബ്രദർ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ വരാറുള്ളത്. ഇവിടെ വരുന്ന ഏകദേശം ഞാൻ പല പ്രാവശ്യം വന്നപ്പോൾ കാണുന്നത്, വെളുപ്പിന് 4 മണിയാകുമ്പോൾ ഇവിടെ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുന്നു. ബ്രദറും അതുപോലെ അവരെ സഹായിക്കുന്ന കുറേ ശുശ്രൂഷകരൊക്കെ എഴുന്നേൽക്കുന്നു. ആ 4 മണിക്ക് മുതൽ ഇവരെ കുളിപ്പിച്ച് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അവർക്ക് രാവിലെ ഒരു കാപ്പി കൊടുത്ത് പിന്നീട് അവരെ ചെറിയ എക്സസൈസ് മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, പ്രാർത്ഥനകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. ആ മുഴുവൻ ഏതാണ്ട് 200 പേരിൽ ഒരു 150 പേരെയും ഇവർ കുളിപ്പിക്കണം,
പല്ല് തേപ്പിക്കണം, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇതെല്ലാം ചെയ്തു കൊടുത്ത് വളരെ ക്ഷമയോടുകൂടി ചെയ്തു കൊടുത്ത് ഇവരെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വളരെ നല്ല ഭക്ഷണം, അവരുടെ ആവശ്യത്തിന് ഭക്ഷണം അവർക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ മറ്റു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത്രയും നന്നായി സേവനം ചെയ്യുന്ന, അതുപോലെ തന്നെ 10-200 പേരിൽ ഒരു 10-50 പേരോളം കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകളാണ്. അവരൊക്കെ കിടപ്പ് രോഗികളുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ആർക്ക് വന്നാലും കാണാവുന്നൊരു കാര്യം, ഇവിടെ ഒരു സ്മെല്ലോ മറ്റൊന്നുമില്ല. വളരെ വൃത്തിയായി അത് സൂക്ഷിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്ക് പറ്റുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യണം എന്നുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളാണ് ആളുകളെ ഇവിടെ എത്തിക്കുന്നത്. കേരളത്തിൻ്റെ ഈ കാസർഗോഡ് ജില്ലയിലും അയൽ ജില്ലകളിലൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിലോ അതുപോലെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ഇവിടെ എത്തിക്കുന്നു. നമ്മളവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർ തെരുവിലായിരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ജീവിതക്രമമൊന്നുമില്ല. പല്ല് തേക്കലില്ല, കുളിക്കലില്ല, കൃത്യസമയത്ത് ഭക്ഷണമൊന്നുമില്ല. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളവരെ കൃത്യമായിട്ടൊരു ചിട്ടയായ ജീവിതക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൃത്യസമയത്ത് പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക, ഒപ്പം തന്നെ നല്ല ഭക്ഷണം കൊടുക്കുക. ഈ മാനസികാസ്വസ്ഥയുള്ള രോഗികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ഒപ്പം തന്നെ നല്ലതായിട്ട് ഉറങ്ങാനായിട്ട് അനുവദിക്കുക. രാത്രിയിൽ കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുക. പെട്ടെന്ന് അവർ ഇമ്പ്രൂവ് ആകും. അവർക്ക് അവരുടെ ഓർമ്മ തിരിച്ചു കിട്ടും. അവർക്ക് അവർ വീട്ടിലെത്തപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകും. നല്ല ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. അവരെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ ഏക സന്തോഷം എന്ന് പറയുന്നത് ഫുഡാണ്. അത് നമ്മൾ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ദൈവം സഹായിച്ച് അത് നടന്നു പോകുന്നു. സ്നേഹാലയം പോലെയുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആൾക്കാർ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും രോഗങ്ങളും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സ്നേഹാലയമുള്ള സ്ഥാപനങ്ങൾ പ്രസക്തി. നമുക്കറിയാം, ഇതുപോലുള്ള ഒരാളെ നോക്കാൻ തന്നെ പിന്നെ സ്വന്തം മക്കളാണെങ്കിൽ പോലും അച്ഛനമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 200ഓളം ആൾക്കാരുള്ള ഒരു സ്ഥാപനത്തെ സ്വന്തം കുട്ടികളെ പോലെ അവരെ സ്വന്തം ആൾക്കാരായി കണ്ട് പിന്നെ പരിചരിക്കുക, അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു മഹത്തരമായ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ സ്വന്തം മക്കൾക്ക് മാത്രമേ അത്തരം പ്രവർത്തികൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും അനുഗ്രഹമാണ് ഇത്തരം സ്ഥാപനങ്ങൾ. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ റോഡ് സൈഡിൽ അലഞ്ഞ് തിരിയുന്ന ആൾക്കാരെ കാണാൻ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. അതിന് കാരണം ഈ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ സ്നേഹാലയമാണ്. കാരണം ഞങ്ങൾ പോലീസ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും കണ്ടാൽ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞാൽ നേരെ സ്നേഹാലയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സ്നേഹാലയത്തിൻ്റെ ഫാദറും മറ്റു ആൾക്കാർ അവരെ സ്വീകരിച്ച് അവരെ പരിചരിച്ച് അവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 200-ൽ കൂടുതൽ അന്തേവാസികൾ ഈ സ്ഥാപനത്തിലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ നോക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് 200-ൽ കൂടുതൽ അന്തേവാസികളെ പരിചരിക്കുക എന്ന് വെച്ചാൽ അവരെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അത്രയും മഹത്തായ ഒരു സേവനമാണ് സ്നേഹാലയം സമൂഹത്തിൽ ചെയ്യുന്നത്. നമ്മളെല്ലാവരും അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ഇതുപോലുള്ള സ്ഥാപനം നടത്തുമ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. പോലീസിനെ ഈ സ്ഥാപനം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാവിധ പിന്തുണ ഞങ്ങൾ കൊടുക്കാറുണ്ട്. സമൂഹത്തിൽ എല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണം എന്ന് പറയുന്നു. ഞങ്ങൾക്കിവിടെ ഒരു വലിയ അനുഗ്രഹീതനായ ഒരു വ്യക്തിയുണ്ട്. ഞങ്ങളുടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന മാധവനപ്പൻ. 2005-ലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത്. 2006 മുതൽ നമ്മുടെ ഈ സ്നേഹാലയത്തിൽ വളരെ പരിമിതമായ സൗകര്യമുള്ള അടുക്കളയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ഈ 2006 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞങ്ങളത് ലീവ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മാറി നിൽക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അദ്ദേഹം അത് ചെയ്യില്ല. ഒരു പനിയോ തലവേദനയോ ക്ഷീണമോ എന്ന് പറഞ്ഞൊന്നും അദ്ദേഹം മാറി നിൽക്കില്ല. കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്താലും അദ്ദേഹം സ്വീകരിക്കില്ല. ആകെ ഉപയോഗിക്കാൻ രണ്ട് ജോഡി ഡ്രസ്സേ ഉപയോഗിക്കുള്ളൂ. എത്ര ജോഡി ഡ്രസ്സ് കൂടുതൽ കൊടുത്താലും അദ്ദേഹം യാതൊരുവിധ സ്വീകരിക്കില്ല. അത് അവിടെ വെച്ച് നഷ്ടപ്പെടുകയുള്ളൂ. 2 ജോഡി ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒപ്പം തന്നെ ഏറ്റവും ലളിതമായ സൗകര്യമാണ് അദ്ദേഹത്തിന് വേണ്ടത്. വെളുപ്പിന് 4 മണിക്ക് അടുക്കളയിലെത്തും. 4 മണി തൊട്ട് രാത്രി 9:30-10 മണി വരെ അടുക്കളയിൽ എല്ലാ ശുശ്രൂഷകളും ചെയ്യും. യാതൊരു പരാതിയോ പരിവട്ടമോ ഒന്നും പറയുകയില്ല. ആരുടെയും കുറ്റം പറയുകയില്ല. അങ്ങനെ അനുഗ്രഹീതനായൊരു വ്യക്തി ഞങ്ങളുടെ സ്നേഹാലയത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, അലങ്കാരമാണ്. അദ്ദേഹം ഉള്ളതുകൊണ്ട് ഇവിടെ വരുന്ന ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണം വളരെ ടേസ്റ്റ് ഉള്ളതാണെന്ന്. അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം വളരെ ടേസ്റ്റ് ഉണ്ട്. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്, ദൈവകൃപയാണ്.
അതുപോലെ തന്നെ നിസ്വാർത്ഥമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു മൊയ്തീനുണ്ട്, മൊയ്തീൻ മുസ്തഫ. ഇങ്ങനെ വന്നൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നു. കിടപ്പ് രോഗികളായ 24ഓളം പേരുണ്ട്. അവർ ശുശ്രൂഷിക്കുന്നത് വളരെ സ്നേഹത്തോടെ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലിജോ വളരെ നിസ്വാർത്ഥമായിട്ട് ഇവിടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നു. ഏത് രാത്രിയിലോ പകലോ അപ്പച്ചന്മാരെ പല്ലി തേപ്പിക്കാനോ കുളിപ്പിക്കാനോ എന്ത് കാര്യത്തിനും റെഡിയായൊരു വ്യക്തിയാണ് ലിജോ, അൻലിയേട്ടൻ. അതുപോലെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന അനേക വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ. അവരുടെയൊക്കെ എല്ലാ സഹകരണങ്ങൾ കൊണ്ടുകൂടിയാണ് ഈ ശുശ്രൂഷാലയം ദൈവകൃപയാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആത്മീയ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ലിയോ ബ്രദറിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുക. ഇവിടെ എല്ലാ ദിവസവും 24 മണിക്കൂറും ആരാധനയുണ്ട്. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി രാവിലെ 7 മണി തൊട്ട് സപ്രായും ജപമാല പ്രാർത്ഥനകളും, അതിനുശേഷം 10 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. 2 മണിയാകുമ്പോൾ ഒരു മധ്യാഹ്ന പ്രാർത്ഥന ഉണ്ട്. വൈകുന്നേരം ഈവനിങ് പ്രയറും റംസി എല്ലാം കഴിഞ്ഞ് 7 മണിയോടുകൂടി പ്രാർത്ഥന അവസാനിപ്പിച്ച് മരുന്ന് ഭക്ഷണം പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവർ. ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫാനിൻ്റെ ചുവട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാറ്റ് കിട്ടുന്നത് പോലെ എത്ര വയലൻ്റായ വ്യക്തി ഇവിടെ വന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് 2, 3, 4 ദിവസം കൊണ്ട് അവർ നോർമലായി തീരും. കൈയും കാലും കെട്ടി ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ ചെറിയ സെല്ലുകളിൽ പാർപ്പിക്കേണ്ടി വരാറുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ആലയത്തിൽ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് ഈ പള്ളി കൊണ്ടിരുത്തും. അവർ പ്രാർത്ഥിക്കേണ്ട, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ഇല്ല അവരുടേതായ യാതൊരുവിധ ഒന്നും അറിയില്ല. ഈശോ ആരെന്നോ എന്താണ് ഒന്നും അറിയാൻ പാടില്ലാത്ത വ്യക്തികളാണ്. പക്ഷേ ഇവിടെ വന്നിരുന്ന് കഴിയുമ്പോൾ അവർ ശാന്തരാകും. അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ കണ്ടിട്ടുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ വാക്കുകൾ അന്വർത്ഥമാകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സ്നേഹാലയം. മാനസിക വ്യഥ അനുഭവിക്കുന്നവരും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുമായ ഏകദേശം 200ഓളം പേരെ ശുശ്രൂഷിക്കുന്ന ഈ സ്ഥാപനത്തിൽ ബ്രദർ ഈശോദാസിനോടൊപ്പം മറ്റു സഹശുശ്രൂഷകരും ചെയ്യുന്ന ശുശ്രൂഷകൾ വളരെ ശ്ലാഘനീയമാണ്. ദൈവം തൻ്റെ സ്വഭാവത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്നേഹാലയം. ഒട്ടനവധി പേരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് ആധാരമായിട്ടുള്ളത്. അന്തേവാസികൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളർന്നു വരുന്നത് തന്നെ ഇവിടെ വരുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എണ്ണയിട്ട യന്ത്രങ്ങളെപ്പോലെ യാതൊരു വിശ്രമവുമില്ലാതെ ബഹുമാനപ്പെട്ട ബ്രദർ ഈശോദാസ് രാത്രിയും പകലും പ്രാർത്ഥനയും അധ്വാനവുമായി ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ശുശ്രൂഷകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ 23-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. 2016 മുതൽ എല്ലാ ദിവസവും ഈ പരിശുദ്ധമായ വചനം ഏറ്റുപറഞ്ഞിവിടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് എല്ലാ ദിവസവും ആളുകളെയും കൊണ്ട് ആശുപത്രി പോകണമായിരുന്നു. എല്ലാ ദിവസവും ആളുകളെ കൊണ്ട് ആശുപത്രി പോകണം. ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ ആരെങ്കിലുമൊക്കെ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ഈ സ്ഥാപനത്തിലുള്ളവർ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസത്തോളം എല്ലാ ദിവസവും ഈ വചനം ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആശുപത്രിയിലുണ്ടായിരുന്നെല്ലാം ഡിസ്ചാർജായി വന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം രോഗികൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടു, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു മരണമൊക്കെ സംഭവിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചിലപ്പോൾ 2, 3, 4 മാസം കൂടുമ്പോഴാണ് മരണം സംഭവിക്കുക. 2 മാസം, 1 മാസം ഒക്കെ ദീർഘായുസ്സ് ലഭിക്കുന്ന ആളുകൾക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു വലിയ അഭിഷേകം ഇവിടെ വ്യാപരിക്കാറുണ്ട്. അപ്പോൾ തന്നെ നേരത്തെ ധ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ വന്നപ്പോൾ ധ്യാനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ വീണ്ടും ധ്യാനങ്ങളൊക്കെ ഉണ്ടാവും.
ഈ ചുറ്റുപാടുള്ള പല ആളുകൾക്ക് ആദ്യം സ്നേഹാലയോട് വരും ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു പല ആളുകൾക്കും. പക്ഷെ അവർക്കെല്ലാം മനസ്സിലായി ഇവിടെ മനുഷ്യനെ സ്നേഹിക്കുന്ന സ്ഥലമാണ്, മനുഷ്യന് ഉപകാരം ചെയ്യുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെയൊക്കെ സ്നേഹവും അവരുടെയൊക്കെ സഹകരണവും ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, മറ്റ് പല സുഹൃത്തുക്കളോടും പറയാനുള്ളത്, പല സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഈ സ്നേഹാലയത്തിൽ കടന്നു വരണം. ഇവിടുത്തെ ജീവിതം മനസ്സിലാക്കണം, കാണണം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ആരുമല്ല. നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ജീവിതം, നമ്മുടെ സുഖ സൗകര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ജീവിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ കഴിയുക, സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ കഴിയുക, സ്വന്തമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോയാൽ അത് ക്ലീൻ ആക്കാൻ കഴിയുക. ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള മനുഷ്യരുടെ അടുത്ത് വന്ന് അവരെ സേവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി മറ്റൊന്നിൽ നിന്ന് ലഭിക്കില്ല. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെയോ കുടുംബത്തെയൊക്കെ ഒന്ന് കൊണ്ടുവരികാനും ഇവിടെ പറ്റുമെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മാസം സേവനം ചെയ്യാനും ഒക്കെ തയ്യാറായാൽ ഒന്ന് ഈ ആലയത്തിന് വലിയൊരു നേട്ടമായിരിക്കും, മറ്റൊന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും സമൂഹത്തിനും അത് വലിയൊരു മാതൃകയായിരിക്കും, നന്മയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇപ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത്. ആസ്പെറ്റോസ് ഷെഡുകളാണുള്ളത്, വളരെ പരിമിതമായ സൗകര്യങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഗ്രാൻഡ് കിട്ടാത്തത് കേട്ടോ പ്രിയപ്പെട്ടവർ. താൽക്കാലികമായ ഷെഡുകളിലാണ് ആളുകൾ താമസിക്കുക. മഴക്കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടാണ്, ഒത്തിരി സ്ഥലം നനയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരു പുതിയ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് ഈ സ്നേഹാലയത്തിലുള്ള പ്രിയപ്പെട്ടവർ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം അത് ഇപ്പോൾ 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഹോളാണ് ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നത്. അതിന് യാതൊരുവിധ ഫണ്ടിങ്ങിൻ്റെ ഒന്നും ഇപ്പം നിലവിലില്ല. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഈശോ ആരിലൂടെയെങ്കിലും അതിനുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് മൊത്തം വരുമ്പോൾ ഏകദേശം 3 നില കെട്ടിടമായിട്ട് വരുന്നത്. അതിൻ്റെ മൊത്തം സ്ട്രക്ചർ വരുമ്പോൾ 48,000 സ്ക്വയർ ഫീറ്റോളം വരും. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളാവുകയുള്ളൂ. 200ഓളം പേരെ താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ആക്കുക. കിടപ്പ് രോഗികളായ അപ്പച്ചന്മാരെ, ഏറ്റവും കൂടുതൽ തന്നെ ആളുകൾ വിളിക്കുന്നത് കിടപ്പ് രോഗികളായ ആളുകളെ നോക്കാനാണ്. എന്നും തന്നെ ഫോൺ വരാറുണ്ട്, കിടപ്പ് രോഗികളായ ആളുകളുണ്ട്, ഒന്ന് സ്വീകരിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് വളരെ പരിമിതമായ സൗകര്യത്തിൽ ഞങ്ങളിപ്പോൾ 24 കിടപ്പ് രോഗികൾ നോക്കുന്നുണ്ട്. ഒരു 50ഓളം കിടപ്പ് രോഗികളെങ്കിലും നോക്കണം, അതിനുള്ള സംവിധാനം ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരാണ് കേട്ടോ, നമ്മൾ വീടുകളിൽ നിന്നുള്ളവർ സ്വീകരിക്കാറില്ല. ആരും നോക്കാനില്ലാതെ തെരുവോരങ്ങളിൽ എത്തപ്പെടുന്ന, ഇല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലൊക്കെ എത്തപ്പെടുന്ന ആളുകളെയാണ് കൂടുതൽ നമ്മൾ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്ന, ആരും നോക്കാനില്ലാതെ കഴിയുന്ന ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് നല്ല സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർ ഇത്രയും നാളും തെരുവിൽ കിടന്നു, ഇനി അവർക്ക് നല്ല സംവിധാനം, സുഖമായി നന്നായിട്ട് കിടക്കാൻ, നന്നായിട്ട് വിശ്രമിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഇവിടെ സംജാതമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള പ്രാരംഭ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്.